ഹലോ മക്കളെ, നമ്മുടെ +1 സുവോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. അതിൽ നിന്ന് എക്സാമിന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ജോയിന്റ്സ്. സോ നമുക്ക് ജോയിന്റുകളും അതിന്റെ ക്ലാസിഫിക്കേഷൻസും എക്സാമ്പിൾസും ഇത്രയും എക്സാമിന് ചോദിക്കുള്ളൂ. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വേഗം ഒന്ന് നോക്കാം. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? എങ്കിൽ ഇതാ വന്നോളൂ. ജോയിന്റ്സ് എന്താണ്? ജോയിന്റുകൾ രണ്ട് ബോൺസ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ജോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ജോയിന്റുകളെ പ്രധാനമായിട്ടും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത് ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഒന്നും തന്നെ പോസിബിൾ അല്ലാത്ത, ദർ ഇസ് നോ മൂവ്മെന്റേ പോസിബിൾ അല്ല, തച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് രണ്ട് ബോണുകളെ, അനങ്ങാൻ കൂടി പറ്റത്തില്ല. അത്തരം ജോയിന്റുകളെയാണ് നമ്മൾ ഫൈബ്രസ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാർട്ടിലേജിനസ് ജോയിന്റ്. കുറച്ച് മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ലിമിറ്റഡ് മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിനെയാണ് നമ്മൾ കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റത്തത് സൈനോവിയൽ ജോയിന്റ്. നല്ല പോലെ മൂവ്മെന്റ്സ് പോസിബിൾ ആയിട്ട് അതാ ഇങ്ങനെ 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 നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ജോയിന്റുകളൊക്കെ സൈനോവിയൽ ജോയിന്റ്സ് ആണ്. സോ ഫൈബ്രസ് ജോയിന്റ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ളാണ്. അപ്പൊ സ്കൾ ബോൺസിൽ കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാനിയം. അപ്പൊ ക്രാനിയത്തിൽ കാണപ്പെടുന്നത് നമുക്ക് ഏത് ടൈപ്പ് ജോയിന്റ് ആണ്? നമ്മുടെ ഫൈബ്രസ് ജോയിന്റ് ആണ്. അപ്പൊ അവിടെ ഒരു എല്ലെങ്കിലും നമുക്ക് അനക്കാൻ പറ്റുമോ? നമ്മുടെ തലയോട്ടിലുള്ള ഒരു എല്ലെങ്കിലും അനക്കാൻ പറ്റുമോ? സോ ക്രാനിയത്തിലുള്ള ഒരു ബോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവബിൾ അല്ല. കാർട്ടിലേജിനസ് ജോയിന്റ് ലിമിറ്റഡ് മൂവ്മെന്റ് പോസിബിൾ ആണ്. അതെ, നമ്മളെ നട്ടല്. സോ വെർട്ടിബൽ കോളം ആണ് ഏതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? നമ്മുടെ കാർട്ടിലേജിനസ് ജോയിന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ മറക്കണ്ട, കാർട്ടിലേജിനസ് ജോയിന്റ് എക്സാമ്പിൾ ഏതാണ്? വെർട്ടിബൽ കോളം. ഇനി സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് പോസിബിൾ ആകുന്നത്. അത്രയധികം മൂവ്മെന്റ് പോസിബിൾ ആകണമെങ്കിൽ എന്തോ ഒരു കാരണം അവിടെ ഒളിച്ചിരിപ്പില്ലേ? അത് വേറെ ഒന്നുമല്ല, ആ രണ്ട് ജോയിന്റ് ഇടയിലായിട്ട്, ഇപ്പൊ ഇതാണ് ആ ജോയിന്റ് എങ്കിൽ ഈ ജോയിന്റ് ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുള്ളത്, ഫ്ലൂയിഡ് കുറഞ്ഞു പോയി അതുകൊണ്ട് എല്ലിന് തേയ്മാനം വന്നു എന്നൊക്കെ പറയില്ലേ? ആ ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അത് സ്വാഭാവികമാണല്ലോ. രണ്ട് വസ്തുക്കളിടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ സൈക്കിളോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ നമ്മൾ ഗ്രീസോ ഓയിലോ ഒക്കെ ലൂബ്രിക്കൻസ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഈസി മൂവിങ് അല്ലേ? അത്രയും മൂവ്മെന്റ് ആണ് നമ്മുടെ സൈനോവിയൽ ജോയിന്റിലും സംഭവിക്കുന്നത്. ഈ സൈനോവിയൽ ജോയിന്റ് തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 5 ടൈപ്പ് ആയിട്ട്. ദാറ്റ് ഈസ് ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, രണ്ടാമത്തേത് ഹിഞ്ച് ജോയിന്റ്, മൂന്നാമത്തെ പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, ഏറ്റവും അവസാനം സാഡിൽ ജോയിന്റ്. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ബോൾ ആൻഡ് സോക്കറ്റ്. ഈ പറഞ്ഞതുപോലെ ഒരു സോക്കറ്റിനകത്ത്, ഒരു സോക്കറ്റിന്റെ ഉള്ളിൽ ഒരു ബോൾ ഇട്ട് വെച്ചിരിക്കുന്നത് പോലെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്, ഒരു ബോൾ ഇട്ട് വെച്ചിരിക്കുന്നത് പോലെ. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. അതിലാണ് നമ്മുടെ ഹ്യൂമറസ് ബോൺ വന്ന് ഇങ്ങനെ അതിന്റെ ബോൾ വന്ന് ഇതിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഷോൾഡർ ജോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബോൾ ആൻഡ് സോക്കറ്റ്. അതായത് നമ്മുടെ പെക്ടോറൽ ഗിർഡിലും നമ്മുടെ ഹ്യൂമറസ് ബോണും കൂടി ജോയിൻ ചെയ്യുന്നത് ഈ ബോൾ ആൻഡ് സോക്കറ്റ്. അപ്പൊ ബോൾ എറിയാൻ ഉപയോഗിക്കുന്നത് ഈ ജോയിന്റ് ആണ്, അങ്ങനെ ആലോചിച്ചാലും മതി. സോ ദാറ്റ് ഈസ് ബോൾ ആൻഡ് സോക്കറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിന്റും അതുപോലെ നമ്മുടെ കാലിലെ ഫിമർ ബോണും വന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ കഥകിന്റെ ആ വിജാവരി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ ഹിഞ്ച് എന്ന് പറയുന്നത്. സോ ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ നീ ജോയിന്റും അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എൽബോ ജോയിന്റും ആണ്. നീ ജോയിന്റും എൽബോ ജോയിന്റും. ഈ നോക്കൂ, നമ്മുടെ എൽബോ ജോയിന്റ് ആലോചിച്ച് നോക്കണ്ടോ, നമുക്കൊരു കഥക് പോലെയല്ലേ 180 ഡിഗ്രി നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ബാക്കിലോട്ട് നമുക്ക് മൂവ്മെന്റ് പോസിബിൾ അല്ല. കഥക് അങ്ങനെയാണല്ലോ, 360 ഡിഗ്രി നമുക്ക് 360 കറക്കാൻ പറ്റില്ല, 180 പറ്റത്തുള്ളൂ. അതേപോലെ അടുത്ത പിവറ്റ് ജോയിന്റ്. പിവറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മറ്റേ ഈ നമ്മുടെ കാറിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഒരു ബുദ്ധൻ ഇങ്ങനെ വെച്ചിരിക്കില്ല, ഇങ്ങനെ ആടുന്ന ബുദ്ധൻ, അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയുടെ ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഡോൾസ് കിട്ടൂലേ, അതേപോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോ പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഇങ്ങനെ കറക്കാനും ഇങ്ങനെ ആട്ടാനും ഇങ്ങനെ ഉരുട്ടാനൊക്കെ പറ്റുന്നതാണ് ആ പിവറ്റ് ജോയിന്റ്. അതായത് നമ്മുടെ ആക്സിസും അറ്റ്ലസിനും ഇടയിലുള്ള ബോൺ. ഓക്കെ, സോ ജോയിന്റ് ബിറ്റ്വീൻ ആക്സിസ് ആൻഡ് അറ്റ്ലസ്, അതായത് തലയും ആക്സിസിന്റെ ഇടയിലുള്ള ജോയിന്റ്, അറ്റ്ലസിന്റെ ഇടയിലുള്ള ജോയിന്റ്, നമ്മുടെ വെർട്ടിബൽ കോളം കൂടി തമ്മിലുള്ള ജോയിൻ ചെയ്യുന്ന ആ ജോയിന്റ്, അതാണ് പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ്. അടുത്തത് ഗ്ലൈഡിംഗ് ജോയിന്റ്. നമ്മുടെ റിസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വല്ലാത്തൊരു മൂവ്മെന്റ് ആണ് റിസ്റ്റ് കാണിക്കുന്നത് അല്ലെ? കാരണം ഈ കാർപ്പലുകൾക്കിടയിലുള്ള ജോയിന്റിന്റെ പേരാണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. അതാണ് ഈ ഒരു മൂവ്മെന്റ് നമുക്ക് തരുന്നത്. സോ ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെ കാണപ്പെടുന്നു? നമ്മുടെ കാർപ്പൽസിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്നു. ലാസ്റ്റ് ഈസ് സാഡിൽ ജോയിന്റ്. അത് ഇങ്ങനെ തന്നെ പറയുക, സാഡിൽ ജോയിന്റ്. കാരണം അത് നമ്മുടെ തമ്പിന്റെ കാർപ്പലിനും
മെറ്റാകാർപ്പലിനും ഇടയിലായിട്ടാണ് ആ ജോയിന്റ് കാണപ്പെടുന്നത്. കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പലിന് ഇടയിലായിട്ട് കാണപ്പെടുന്നത്. ഏതിന്റെ? തമ്പിന്റെ. കാരണം നമ്മൾ ഈ 5 വിരലുകളിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് പോസിബിൾ ആകുന്നത് തമ്പിനാണ്. സോ ആ ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 5 ടൈപ്പ് സൈനോവിയൽ ജോയിന്റ്സ്. അപ്പോൾ നമ്മുടെ മേജർ ക്ലാസിഫിക്കേഷൻ ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് തന്നെ 5 ടൈപ്പ്. ഏതൊക്കെയായിരുന്നു? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്. സെറ്റ് അല്ലേ? എല്ലാം വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് എന്തായാലും ഇത് ചോദിക്കും. ഇതുപോലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.